ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നോക്ക് ദ റെസിപ്പീസ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ചായയുടെ റെസിപ്പിയുമായിട്ടാണ്. മസാല ടീ. ചായ പലരുടെയും വലിയൊരു വീക്ക്നെസ് തന്നെയാണ് അല്ലേ? അപ്പോൾ ഇനി ചായ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളി ഫ്ലേവറും ടേസ്റ്റുമാണ് ഈ ചായക്ക്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് നോക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാനും ഒപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യം തന്നെ ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ മസാല ടീ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ഒരു കഷ്ണം ഇഞ്ചി, ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 4 ഏലയ്ക്ക, ഒരു കഷ്ണം കറുവപ്പട്ട, ഒരു ഗ്രാമ്പൂ, അത്യാവശ്യം വലുപ്പമുള്ള ഗ്രാമ്പുവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം. ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചായക്ക് ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 500 ml കപ്പിൽ 1 കപ്പ് പാലാണ്. ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം ഞാൻ നമ്മുടെ സ്പൈസസ് ഒക്കെ, അതായത് ഇഞ്ചിയും ഏലക്കയും കറുവപ്പട്ടയും ഗ്രാമ്പൂവും നല്ല ജീരകവും കൂടി നന്നായി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ചായയിലേക്ക് ചതച്ച് ചേർക്കുമ്പോൾ അതിന്റെ ഫ്ലേവറൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചായയിലേക്ക് ഇറങ്ങിക്കിട്ടും. പിന്നെ ഇഞ്ചിയുടെയും ബാക്കിയുള്ള സ്പൈസസിന്റെയും ഒക്കെ ഫ്ലേവേഴ്സ് മാത്രമല്ല, അതിന്റെ ഗുണങ്ങളും നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ചായയിലേക്ക് ഇറങ്ങിക്കിട്ടാനും ഇങ്ങനെ ചതച്ചിടുന്നത് സഹായിക്കും. ഇനി നമുക്ക് ചായ ഉണ്ടാക്കാൻ തുടങ്ങാം. പാലെടുത്തിരിക്കുന്ന അതേ അളവിൽ തന്നെയാണ് ഞാനിവിടെ വെള്ളവും എടുക്കുന്നത്. അതായത് 1/2 ലിറ്റർ പാലാണെങ്കിൽ 1/2 ലിറ്റർ വെള്ളം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം 1/2 ലിറ്റർ വെള്ളം നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് സ്റ്റവ് ഓൺ ആക്കി തിളപ്പിക്കാൻ തുടങ്ങാം. ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ നന്നായി ചതച്ച് വെച്ചിരിക്കുന്ന എല്ലാ സ്പൈസസും ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം തിളയ്ക്കാനൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല. ആദ്യം തന്നെ ഈ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഈ സ്പൈസസിന്റെ എല്ലാ ഫ്ലേവറും നമ്മുടെ ചായയിലേക്ക് നല്ല രീതിയിൽ തന്നെ ഇറങ്ങിക്കിട്ടും. വെള്ളമൊക്കെ നന്നായി തിളച്ച് കിട്ടിയാൽ നമുക്ക് ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. പാല് തിളച്ച് വന്നു തുടങ്ങിയാൽ നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാല് നന്നായി ഇതുപോലെ തിളച്ച് പൊങ്ങി വന്നാൽ സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കണ്ണൻദേവന്റെ ചായപ്പൊടിയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ചായപ്പൊടിയുടെ കടുപ്പത്തിനനുസരിച്ചും ഓരോരുത്തരുടെയും ചായയുടെ കടുപ്പത്തിന്റെ താല്പര്യത്തിനനുസരിച്ചും ചേർത്ത് കൊടുക്കുന്ന ചായപ്പൊടിയുടെ അളവും മാറ്റം വരുത്താം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ, അതായത് 6 ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുത്തപ്പോഴാണ് ഞങ്ങളുടെ കടുപ്പം പാകമായി കിട്ടിയത്. ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വീഡിയോ റെക്കോർഡിംഗ് ഓഫായി പോയി, അതുകൊണ്ടാണ് ആ ഒരു ഭാഗം വീഡിയോയിൽ പെടാതിരുന്നത്. ചായപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം സ്റ്റവ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5-6 മിനിറ്റ് നല്ല പോലെ തിളപ്പിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ചായപ്പൊടിയുടെ കറയൊക്കെ നല്ല രീതിയിൽ ചായയിലേക്ക് ഇറങ്ങി കിട്ടുകയുള്ളൂ. അവസാനമായി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഈ ചായ ഒരു പാത്രത്തിലേക്ക് സ്ട്രെയിൻ ചെയ്തെടുത്ത് നല്ല രീതിയിൽ ഒരു 2-3 മിനിറ്റ് നല്ല പോലെ ആറ്റി കൊടുക്കുന്നുണ്ട്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ചായ ആറ്റുന്നതിലാണ് ചായയുടെ ടേസ്റ്റ് എന്ന്. നമ്മൾ ചായക്കടയിൽ പോയാലും നല്ല രീതിയിൽ തന്നെ ചായ ആറ്റിയാണ് അവർ ചായ സെർവ് ചെയ്യാറുള്ളത്. കണ്ടില്ലേ, ചായ നല്ലപോലെ തിളച്ച് വറ്റി വന്നപ്പോൾ 750 ml കപ്പിൽ 1 കപ്പ് ചായയാണുള്ളത്. അതായത് 250 ml ഗ്ലാസ്സിൽ, അതായത് നോർമൽ ഗ്ലാസ്സിൽ 3 പേർക്ക് സെർവ് ചെയ്യാവുന്ന അത്രയ്ക്കും ചായയാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ നല്ല രീതിയിൽ ആറ്റി കൊടുത്ത ശേഷം നമുക്കിനി ഈ മസാല ടീ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ മസാല ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റ് കടുപ്പവും നല്ല ഫ്ലേവറും ഒക്കെയായി നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ മസാല ടീ. ചായ തിളയ്ക്കുന്ന സമയം തൊട്ടേ മോള് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ എന്താ സ്പെഷ്യലായി അടുക്കളയിൽ ഉണ്ടാക്കുന്നതെന്ന്. അത്രയ്ക്ക് ഫ്ലേവറാണ് നമ്മുടെ മസാല ടീക്ക്. അപ്പോൾ ഇത്രയ്ക്കും രുചിയിലും ഫ്ലേവറിലും നമുക്ക് മസാല ടീ ഇനി വീട്ടിലുണ്ടാക്കാമെങ്കിൽ പിന്നെ എന്തിനാലേ നമ്മൾ പുറത്തൊക്കെ പോയി കാർഡമൺ ടീ, ജിഞ്ചർ ടീ, മസാല ടീ എന്നൊക്കെ പറഞ്ഞ് വെറുതെ പൈസ ചിലവാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ സ്പെഷ്യൽ ടീ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായി അറിയിക്കാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്നാൽ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.